ഓൺ ദ സ്പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. സിനിമ എപ്പോഴാണ് ഡ്രീമിലോ എനിക്ക് ഡു എ മൂവി? എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ അകത്തൊരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാവരും, അതായത് ഒരു 99% ആൾക്കാർക്കും സിനിമ നടിയാണെന്നോ നടനാണെന്നുള്ള ഒരു ഇതുണ്ട്. പലർക്കും നടക്കില്ല. പക്ഷെ ഈ സിനിമ നടി ആകണമെന്നും സിനിമ നടനാകണമെന്നും ആഗ്രഹിച്ച് ഒരുപാട് പേര് നടക്കുന്നു. അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് വൈകി ഇപ്പൊ സക്സസ് ആണ്. അല്ല, ആ ഒരു എനിക്ക് തോന്നുന്നു ലക്കാണ്. കാരണം നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ വലിയ വലിയ സിനിമകൾ ഇനി സമയമുണ്ട് അതിന്. പക്ഷെ സിനിമയിൽ ഇത്രയും പേരുടെ ഇടയ്ക്ക് നിന്ന് ഒരു സിനിമ ചെയ്യാല്ല 2 സിനിമ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരുപാട് മോഡൽസ്, ഞാൻ ബോംബെയിലൊക്കെ പോയ ഏത് പെണ്ണെ കണ്ടാലും ചോദിക്കും മോഡലാണ്, അല്ല പറയും മോഡലാണ്, എന്ത് ചെയ്യാ, സിനിമ അഭിനയിക്കാൻ പോകും. അവർക്കൊക്കെ ടാലന്റ് ഉണ്ട്, അതുപോലെ തന്നെ കാണാൻ ഈ പറഞ്ഞ ഭംഗിയുണ്ട്. പക്ഷെ ഇതിനകത്തേക്ക് കേറാനായിട്ട് എന്തോ അത് ചിലർക്കേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സാം എ ലക്കി പേഴ്സൺ. പിന്നെ സിനിമയായിട്ട് എല്ലാവരും പറയുന്ന പോലെയല്ല, യാതൊരു ബന്ധവുമില്ല വീട്ടുകാർക്ക്. അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ വലിയ താല്പര്യമില്ലായിരുന്നു എന്നോട്. ഇപ്പോഴാണ് എന്റെ സിനിമയിൽ അഭിനയിച്ച മുട്ടുകാരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, കുറെ നാളെ വീട്ടുകാരൊക്കെ മിണ്ടാതെ നിന്നിട്ടുണ്ട്. അപ്പനും അമ്മയല്ല, റിലേറ്റീവ്സ് ഒക്കെ സിനിമ നടി എന്നുള്ളൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പായും അമ്മയും കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം നിനക്ക് ഇഷ്ടമാണെങ്കിൽ, അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ബട്ട് നമ്മുടെ ഒരു ആഗ്രഹം കണ്ടിട്ടായിരിക്കും ഇഷ്ടമാണെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ്. വേറൊരു പ്രൊഫഷൻ പോലെ തന്നെ. ഇപ്പം എനിക്ക് ഡോക്ടർ ആണെന്ന് പറയുകയാണെങ്കിൽ അവര് പറയില്ലേ, പഠിച്ചു നോക്ക്, കിട്ടിയാ കിട്ടട്ടെ എന്ന്. ഇതും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. അതായത് ഇപ്പം ഒരുപാട് സിനിമകൾ ചെയ്തു, വെളിയിൽ ഒരുപാട് പേർക്ക് അറിയാം. ഇപ്പൊ വൈകി ഈ ഒരു സമയത്ത് റിലേറ്റീവ്സ് ഒക്കെ മാറുമായിരിക്കും അല്ലേ? ഇത് വൈക എന്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ് എന്നാണ് എന്റെ പ്രാർത്ഥന. കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെയുള്ളവരെ അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. അല്ല, എന്നെ സംബന്ധിച്ച് നമ്മുടെ പേരൻസ് ആണ് കൺസേൺ. അവര് ടെൻഷൻ ആയാൽ നമുക്ക് ടെൻഷനാണ്. പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള അല്ല, ഞാൻ ഡാൻസർ ചെറുപ്പം മുതലേ. കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇല്ലായിരുന്നു, പക്ഷെ ചെറുപ്പം മുതലേ സ്കൂളിലെ ഡാൻസർ ആയിരുന്നു. പക്ഷെ കോളേജ് ലെവലിലേക്ക് വന്നപ്പോ ഈ പറഞ്ഞ ഒരു ദിവസം പെട്ടെന്ന് എന്റെ അപ്പം പറഞ്ഞു ഇനി മുതൽ പോകണ്ട. അപ്പൊ ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് ഞാൻ അത് കേട്ടു. അങ്ങനെ കുറച്ച് നാളെ നിർത്തി, പ്രാക്ടീസ് ചെയ്തല്ല. ഇപ്പൊ പക്ഷെ വീണ്ടും ഇപ്പൊ എനിക്ക് കാര്യം പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയവും ഉണ്ട്, സാഹചര്യവും ഉണ്ട്. പക്ഷെ എന്തോ അത് തന്നെ എന്താന്നറിയാം, ഞാൻ വേറെ എന്തൊക്കെയോ കണ്ടുപിടിച്ച് വരികയും നശിപ്പിച്ചു. അല്ല, ചെറിയൊരു മടി. പക്ഷെ സിനിമാറ്റിക് പോകുന്നുണ്ട്, സിനിമാറ്റിക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ക്ലാസിക്കലിലേക്ക് കടന്നിട്ടില്ല. ഇപ്പൊ വരുന്ന സിനിമകളില് സിനിമാ നടിമാർക്ക് ക്ലാസിക്കൽ നൃത്തം അറിയണമെന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു കാലഘട്ടത്തിലെ സിനിമകൾക്കൊക്കെ ക്ലാസിക്കൽ നൃത്തം അറിയുന്നത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. പക്ഷെ എല്ലാ ഭാവങ്ങളും അറിയാവുന്ന ഭാവം പാല അല്ലേ, ഭാവം എനിക്ക് തോന്നി കറക്റ്റായിട്ടാ പറഞ്ഞ ഭാരതം കറക്റ്റാ. ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, സിനിമാറ്റിക് ഡാൻസ്, പിന്നെ ക്ലാസിക്കൽ, കലാതിലകം, കലാപ്രതിഭ, അങ്ങനെ വല്ലതും ഇല്ല? അതുവരെയൊന്നും പോയിട്ടില്ല. കലാപ്രതിഭ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ കിട്ടുന്നതാ. കലാതിലകം പെൺകുട്ടികൾക്കാണല്ലോ. അല്ല, ആ ഒരു ഞാൻ മിമിക്രി മോണാക്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒട്ടുമില്ല. അല്ല, ഞാൻ ഇവിടെ കേട്ടിരുന്നു ലളിതഗാനം മറ്റേ സ്കൂളില്. അത് വേറെ ആരും ഞാനല്ല. ഞാൻ പാട്ട് പാടിയാൽ നിങ്ങൾ പാടുപെടും, അതുകൊണ്ട് വേണ്ട. അല്ല, ഞാൻ വേറെ ചോദിച്ചോട്ടെ, കലാതിലകം എന്ന് പറയുമ്പോ ഒരുവിധമുള്ള എല്ലാ ഐറ്റംസിലും അങ്ങനത്തെ കുറെ പരിപാടി, പദ്യം ചൊല്ലൽ, കവിത, പാരായണം, എഴുതാം, ലളിതഗാനത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അതിനൊന്നും ഇല്ലായിരുന്നു. ഏതൊക്കെ ഐറ്റംസ് കിട്ടാതെ പോയി. ഏതൊക്കെ ഐറ്റംസിലായിരുന്നു? പാട്ട് എന്തായാലും പാടില്ല. ഇല്ല. അപ്പൊ എന്റെ ശ്രമം നടക്കില്ല. ഇല്ല. വേണേ 2 മുദ്ര, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അല്ല, ശരിക്കും പറഞ്ഞ ഞാൻ എന്റെ പാട്ട് കുഴപ്പമില്ലെന്നാണ് എന്റെ അമ്മ പറയാറ്, പിന്നെ എന്റെ ഫ്രണ്ട്സും പറയാറുണ്ട്. പക്ഷെ എനിക്ക് പാട്ട് പാടാനുള്ള കോൺഫിഡൻസ് ഇല്ല. നമുക്ക് എന്തായാലും ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. തീർച്ചയായിട്ടും പാട്ട് പാടാനുള്ള സാഹചര്യത്തിൽ എനിക്ക് ദൈവം അത് തന്നിട്ടില്ല. കഴിവ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് കേൾക്കുന്നവര് പറഞ്ഞതായതുകൊണ്ട് ഞാൻ കുറച്ച് വിശ്വസിച്ചു. പക്ഷെ എനിക്ക് പാടാൻ പറ്റില്ല. ഇപ്പൊ എന്റെ അടുത്ത് ഒരാള്, ഞാൻ വെറുതെ ഇരിക്കുകയാണ്, നിങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മൂളിപ്പാട്ട് അറിയാതെ പാടിയേക്കാം. അല്ലാണ്ട്
പാടാൻ പറഞ്ഞില്ലേ? ഇനിയിപ്പോ ഇന്നത്തേക്ക് രാത്രി 12 പാട്ടില്ല, പാട്ട് വരത്തില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഈ നമ്മളെ സ്കൂളിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ നന്നായി നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളോട് ഞാനടക്കമുള്ള ഓരോ ആൺകുട്ടിക്കും പ്രത്യേക ക്രഷ് ഉണ്ടാവും. ഒരുപാട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. എത്ര പേര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? എത്ര ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്? ഏതൊക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്? വളരെ ലളിതമായി ചോദിക്കാം. ഇങ്ങനൊക്കെ ചോദിക്കുന്നോണ്ടായിരിക്കും പാവം വൈകി മനസ്സിലാകാത്ത. പ്രണയം എല്ലാവർക്കും ഉള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൽമാൻ ഖാനെ. സൽമാൻ ഖാനോട് എനിക്ക് ഭയങ്കര പ്രണയമാണ്. പക്ഷെ എന്താ കാര്യം, സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും. എന്നോട് പലർക്കും പ്രണയം കാണും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഒന്നത് ഇപ്പൊ അത് വേണ്ട, ഇപ്പൊ അത് വേണ്ട. ആദ്യം പ്രപ്പോസ് ചെയ്ത ആളെ ഓർമ്മയുണ്ടോ? ഐ തിങ്ക് ഓൺ 4th സ്റ്റാൻഡേർഡ്. അപ്പോഴേ തുടങ്ങിയതാണ്. അത് അവരുടെ കുഴപ്പമില്ല, അവരുടെ കാര്യം ഞാൻ പറഞ്ഞു. പേര് ഞാൻ മറന്നു. പക്ഷെ അപ്പോഴായിരുന്നു. പൂവാണ്. എന്തായിരുന്നു ഇൻസിഡന്റ്? എന്താ? അതൊന്നും അത്ര ഓർമ്മയില്ല. എനിക്ക് 4ാം ക്ലാസ് ഉണ്ടായിട്ട്. പക്ഷെ അന്ന് ലാക് ടോക്കിംഗ് എന്നൊരു മിഠായിണ്ട്. എനിക്കറിയാം, മഞ്ഞ കവർ. അതായിരുന്നു അവസാനം. അല്ല, അന്ന് ഈ പൂവും 5 പരിപാടികളൊന്നും ആയിരുന്നാണ് എന്റെ ഒരു ഓർമ്മ. പക്ഷെ എനിക്ക് കുറെ നാൾ മുമ്പ് ഒരാളുടെ പേര് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ മറന്നുപോയി. അത് കഴിഞ്ഞ് അറിയാറായ ടൈമില് ഉണ്ടല്ലോ, അതും മറന്നു പോകത്തില്ലല്ലോ. അംലേഷ്യൊന്നും ഇല്ലല്ലോ. പക്ഷെ പേരൊന്നും ചോദിക്കും. അവർക്കൊരു കുടുംബമുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്. അതുകൊണ്ട് ഞാനായിട്ടൊരു കുടുംബം തകർക്കുന്നില്ല. നമ്മളായിട്ടൊരു കുടുംബം തകർക്കണ്ട എന്തായാലും. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് വീട്ടുകാര് പേടിയുണ്ട്. പക്ഷെ അതൊരിക്കലും നടക്കാത്തൊരു കാര്യമല്ല. ഒരു പെണ്ണ് പോയി ഒരാളിനെ പ്രപ്പോസ് ചെയ്യുന്നത് എന്റെ സങ്കല്പത്തിലില്ല. എനിക്ക് തോന്നിയാലും ഞാൻ പറയത്തില്ല. അല്ല, പെണ്ണ് പോയി ആണിനെ പ്രപ്പോസ് ചെയ്യണമെന്ന് പറയുന്നില്ല. പ്രപ്പോസ് ചെയ്യുന്ന ആൺകുട്ടികൾ ആരെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ഞാൻ ചോദിച്ചു. ഉണ്ട്, പക്ഷെ അതൊന്നും സക്സസ്ഫുൾ ആയിട്ടില്ല. ചിലപ്പോ അത് കഴിഞ്ഞിട്ടായിരിക്കും 5 ദിവസം കഴിഞ്ഞപ്പോ സ്വഭാവം മനസ്സിലായപ്പോ എന്റെ പൊന്നേ വേണ്ട. ചിലപ്പോ അതായിരിക്കാം കാര്യം. എന്നോട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അടുത്ത സിനിമ ഏതാ? സത്യം പറഞ്ഞാൽ അങ്ങനല്ലേ? അയ്യോ എന്താ പറയുക, അങ്ങനെയൊന്നുമല്ല. സ്ക്രീനിൽ കണ്ട് പേടിക്കുന്ന കാര്യം പറഞ്ഞു, നേരിൽ കണ്ടിട്ട് അച്ഛൻ ഭയങ്കര സൈസാണോ? 6 അടി പൊക്കമൊക്കെ വരുമോ? 6 അടി ഒന്നുമില്ല, ഒരു 5 അടി 8 ഇഞ്ച് നല്ല സൈസാ ആണ്. അപ്പൊ ഫൈൻഡ് അപ്പ് ചെയ്യാം.